എല്ലാവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതി നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. കർക്കിടകക്കുറി ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ 2ാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ദോഷഫലങ്ങളുണ്ടാകും. പണം കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും അതുമൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. ബുധന്റെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ സമയം പഠന കാര്യങ്ങൾക്കായി മാറ്റിവെച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ജോലിയിലുള്ളവർക്കും അലച്ചിലും സ്ഥലം മാറ്റവും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. 7ാം തീയതി വരെ ശുക്രന്റെ സഞ്ചാരം അനുകൂലമാണെങ്കിലും അതിനുശേഷം അഷ്ടമരാശിയിലേക്ക് ശുക്രൻ മാറുന്നതിനാൽ ദോഷഫലങ്ങളായിരിക്കും കർക്കിടകക്കുറുകാർക്ക് ലഭിക്കുക. അതുകൊണ്ട് വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ശ്രമിക്കുന്നവർ അടുത്ത മാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. വിവാഹ കാര്യങ്ങൾക്കും ഈ മാസം തടസ്സങ്ങളുണ്ടാകും. മാർച്ച് 15ാം തീയതി വരെ തന്റെ ഉച്ചരാശിയായ മകരത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ 15ാം തീയതി ചൊവ്വ അഷ്ടമരാശിയിലേക്ക് മാറുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അപകടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 14ാം തീയതി വരെ സൂര്യൻ അഷ്ടമരാശിയിൽ ശനിയുടെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. കുടുംബത്തിലുള്ളവരോടും ഇടയ്ക്കിടെ വാക്തർക്കങ്ങൾ ഉണ്ടാകും. ജോലിഭാരവും വർദ്ധിക്കും. സർക്കാർ ജോലിയിലുള്ളവർക്കും ഇത് ദോഷം ചെയ്യുന്ന സമയമാണ്. പക്ഷേ 14ാം തീയതി സൂര്യൻ മീനക്കൂറിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. മാർച്ച് 9, 10 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കുറുകാർക്ക് ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കുറി ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ചിങ്ങക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.